ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 94. ആദ്യേട്ടാ, ഇത് കഷ്ടമുണ്ട് കേട്ടോ. എന്നോടൊന്നും മിണ്ടിക്കൂടെ? ഇനി ഞാൻ സമയത്തിന് ഭക്ഷണം കഴിച്ചോളാം. അടുത്ത് കിടന്നുറങ്ങുന്നവനോട് ഇത്രയൊക്കെ കെഞ്ചിയിട്ടും ആൾ കമ എന്നൊരക്ഷരം ഉരിയാടിയില്ല. അരികിലായി കിടന്നുറങ്ങുന്ന തത്തമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യ വെറുതെ കണ്ണുകളടച്ച് അതേപടി കിടന്നു കളഞ്ഞു. ആദ്യേട്ടാ, എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. പെണ്ണിൻ്റെ ചുണ്ടുകൾ വിതുമ്പാനായി തുടങ്ങി. എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ആദി അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ആദിയേട്ടാ, ഞാനിനി ആദിയേട്ടൻ പറയുന്ന എന്താണേലും കേട്ടോളാം. ആദിയേട്ടൻ പറയുന്ന മാത്രമേ ഞാൻ കേൾക്കൂ. പ്ലീസ് ഒന്ന് മിണ്ടിക്കൂടെ? അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അറിയാം, തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആദിയേട്ടൻ്റെ ഈ പരിഭവം പിണക്കവും ഒക്കെ എന്ന്. തനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതെന്നുള്ള പേടിയാണ് ഈ ദേഷ്യത്തിന് പിന്നിലുള്ളതെന്നും. പക്ഷെ ഇന്നിത്തിരി കൂടുതലായിപ്പോയി. അനുസരണക്കേട് കാട്ടാൻ പാടില്ലായിരുന്നു. ഈ വയറിങ്ങനെ വീർത്തിരിക്കുമ്പോൾ ഇത്തിരി കഴിച്ചാൽ കൂടി ശ്വാസം മുട്ടുന്നതെന്ന് തോന്നും. അതുകൊണ്ടാണ് കൂടുതലും കഴിക്കാതെ ഇരിക്കുന്നത്. അല്ലാതെ ആളെ അനുസരിക്കരുതെന്ന് വിചാരിച്ചല്ല. അങ്ങനെ തൻ സ്വപ്നത്തിൽ പോലും കരുതിയേയില്ല. ആദ്യേട്ടാ, കിടന്നാലും ഇനി ഉറക്കം വരുന്നില്ലെന്ന് കണ്ടതുകൊണ്ട് ദേവിക മെല്ലെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്താ? പെണ്ണ് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു എന്നറിഞ്ഞ മറുക്ഷണം അവന് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. എന്നോട് മിണ്ട് പ്ലീസ്. ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇടത്തെ കൈപ്പത്തി ബെഡിൽ കുത്തി ശരീരം താങ്ങിയിരിക്കുന്നവളെ കണ്ടതും ആദിയുടെ മനസ്സും നൊന്തുപോയി. അതുകൊണ്ട് തന്നെ അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. സോറി ആദിയേട്ടാ, പറ്റിപ്പോയി. വേണേ 2 വഴക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ 2 അടി. എന്നാലും സാരമില്ല. എന്നോടിങ്ങനെ മിണ്ടാതെ നടക്കല്ലേ. അത്രയും പറഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീരൊഴുകി ബെഡിൻ്റെ വിരിയിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ഏയ് ദേവി, ഇടി. എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും പെണ്ണിൻ്റെ കണ്ണുനീര് കാണുവാനുള്ള ശേഷി അവനില്ലായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവൻ അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. സോറി. അവൾ ആ ചെക്കൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. സാരമില്ല, പോട്ടെ. നീ ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെയും നടന്നപ്പോൾ ദേഷ്യം വന്നുപോയി. അതാടി വഴക്ക് പറഞ്ഞേ. വിട്ടുകള. വെറുതെ കരഞ്ഞ് സങ്കടപ്പെടല്ലേടി നീ. നീ കരഞ്ഞാൽ നമ്മുടെ കുഞ്ഞും കരയില്ലേ? മഹർഷി അവളെ മെല്ലെ പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി. എന്നിട്ട് അവനും ആ പെണ്ണിൻ്റെ അരികിലായി കിടന്നു. ഇനി കരയോ നീ? തൻ്റെ കൈക്കുഴയിലേക്ക് കയറ്റി കിടത്തിയവളുടെ നെറുകയിൽ പല പ്രാവശ്യം ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് ആദി ചോദിച്ചു. കരയില്ല. അവൾ അവൻ്റെ നെഞ്ചിന് മുകളിലായും ഇടതടവില്ലാതെ മുത്തങ്ങൾ കൊടുത്തു. കരഞ്ഞാൽ വീഴും. അവനൊന്ന് ചിരിച്ചു. എൻ്റെ ആദ്യേട്ടൻ എന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് പെണ്ണ് ചിരിക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ അഹങ്കാരാടി നിനക്ക്. ആദ്യം അവളെ മുറുക്കപ്പുണർന്നുകൊണ്ട് ചെവിയോരം മന്ത്രിച്ചു. ആണോ? ഇത്തവണ ദേവി മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആണ്. അല്ലെങ്കിൽ നീ തന്നെ പറയേ. പണ്ട് എന്നെ കണ്ട മുട്ടു വിറച്ചുകൊണ്ട് നിന്ന പെണ്ണ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പെണ്ണിൻ്റെ കണ്ണുകൾക്ക് മുകളിലൂടെ ഒന്ന് ഊതിക്കൊണ്ട് ചെക്കൻ ചിരിച്ചു. അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ എൻ്റെ ആദിയേട്ടൻ ഇത്രയും പാവമാണെന്ന്. അവളുടെ വിരലുകൾ ആദിയുടെ മീശത്തുമ്പിൽ കുറുമ്പുകൾ കാട്ടിയപ്പോൾ. ഹ, പറിച്ചു കളയല്ലേടി. പെണ്ണിൻ്റെ കൈക്കുഴിയിൽ കയറി പിടിച്ചവൻ. പറിച്ചു കളയുമല്ല, ഇങ്ങനെ പിടിച്ചു വെക്കുക. എൻ്റെ ആദിയേട്ടനെ കാണാൻ അപ്പോൾ സൂപ്പറാവും. അവളൊന്ന് അമങ്ങിച്ചിരിച്ചു. അതെ, പിരിച്ചു വെക്കലൊക്കെ ഇനി നാളെ കഴിക്കാം. തൽക്കാലം ഇപ്പോൾ നീ കിടന്നൊന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റല്ലേ നീ? അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ചെക്കൻ ശാസിച്ചു. ആ, ഉറങ്ങാൻ പോവാ. അവനിലേക്ക് ഒന്നും കൂടി നിരങ്ങിക്കിടന്നുകൊണ്ട് പെണ്ണ് കണ്ണുകൾ പൂട്ടിക്കിടന്നു. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. ഇങ്ങനെ 2 ഡോസ് കിട്ടിയില്ലേലേ നീ മര്യാദ പഠിക്കില്ലെന്ന് എനിക്കറിയാം. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന പോലെയാ നിന്റെ കാര്യങ്ങൾ. തുള്ളിത്തുള്ളി അങ്ങ് നടന്നോളൂ. ഒരു കൊച്ചു വയറ്റിലുണ്ടെന്നുള്ള ബോധം പോലും ഈ പെണ്ണിനില്ല. അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ആദ്യം വെറുതെ ഒന്ന് ഇടത്തുവശത്തേക്ക് നോക്കി. സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കുഞ്ഞിപ്പെണ്ണ്. തത്തമ്മേ. അവനൊരു ചിരിയോടെ മെല്ലെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടിട്ടോ അതോ പതിവ് ശീലം ആയതുകൊണ്ടോ
കുഞ്ഞിപ്പെണ്ണ് അച്ഛ എന്നൊരു വിളിയോടെ അവൻ്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറി കിടന്നു കഴിഞ്ഞിരുന്നു. ആ 3 പ്രാണികളെയും ഇരു കൈകളിലുമായി ഏന്തി കിടക്കുമ്പോൾ ആദിയുടെ മനസ്സ് വല്ലാതെ ശാന്തമായിരുന്നു. നാളുകൾ കടന്നുപോയി, ആഴ്ചകളും. എന്തിനാ ഹർഷ ഇപ്പോൾ ഈ ഷോപ്പിങ്? ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആകെക്കൂടെ കിട്ടിയ ഒരു സൺഡേ വീട്ടിൽ ചടഞ്ഞിരുന്ന തന്നെ ഷോപ്പിങ്ങിൻ്റെ പേരിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നവനോട് റൂഹി ചുണ്ടു ചുളുക്കി ചോദിച്ചു. എൻ്റെ പൊന്നു റൂഹി, ആകപ്പാടെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കാൻ കിട്ടുന്ന സമയമായി ഈ സൺഡേ. അന്നും കൂടി നീ കിച്ചണിൽ കിടന്ന് പണിയുക എന്നൊക്കെ വെച്ചാൽ ഇത്തിരി മോശമാട്ടോ. ഇടയ്ക്കൊക്കെ നിനക്കും വേണ്ടേടി ഒരു ടൈം പാസ്. ഹർഷൻ അവളുടെ കൈയും പിടിച്ച് മാളിലേക്ക് കയറി. പിന്നെ ഇത്തിരി ഫുഡ് ഉണ്ടാക്കുന്നതിനാണോ ഇത്രയും വലിയ വിഷമം? പുറത്തെ ഫുഡ് കഴിച്ച് ശീലിച്ച ഹർഷനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് ചേർന്ന് നടന്നുകൊണ്ടാണ് അവളത് പറഞ്ഞത് തന്നെ. ഷടാ, ഇതിപ്പോൾ അങ്ങനെയായോ? ഒരു ഞായറാഴ്ചയെങ്കിലും എൻ്റെ ഭാര്യ സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയ ഞാനിപ്പോൾ ആരായി? റൂഹിയെ ഒരു കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് നടന്നു. അതെ അതെ, ഇതിപ്പോൾ എന്ത് വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണോ ഈ മാളിലേക്ക് വന്നത്? ട്രെൻഡ്സിലേക്ക് കയറുന്നവനോട് സംശയത്തോടെ തിരക്കി പെണ്ണ്. എൻ്റെ ഭാര്യയ്ക്ക് ഈടെ വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുരികം പൊക്കിയും താഴ്ത്തിയുമൊക്കെ ചെക്കൻ ആക്ഷൻ കാണിച്ചു. 1 മാസം മുമ്പല്ലേ ഹർഷൻ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു തന്നത്. 1 മാസം കൊണ്ട് ഞാനങ്ങ് വണ്ണം വെച്ചു പോയോ? പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. നിനക്ക് വണ്ണം വെച്ചോ ഇല്ലേ എന്നുള്ള കാര്യമേ എന്നെക്കാളും നന്നായിട്ട് ഇനി ആർക്കറിയാനാ എൻ്റെ റൂഹി? ചിലപ്പോൾ നിനക്ക് പോലും. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും റൂഹി നാണത്തോടെ മുഖം തിരിച്ചിരുന്നു. ഹ, നോക്കെൻ്റെ റൂഹി, ഇങ്ങനെ ബ്ലഷ് അടിക്കല്ലേടി നീയെ. ഹർഷൻ അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചതും റൂഹി അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞടി കൊടുത്ത് ശാസിച്ചു. വാടി കൊണ്ടാട്ടി. അവളെ വീണ്ടും കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ഷോപ്പിലേക്ക് കയറിയ അവൻ്റെ കണ്ണുകൾ നേരെ ചെന്ന് പതിച്ചത് ജീനിയുടെ നേർക്കായിരുന്നു. അവളുടെ കൂടെയുള്ള പ്രായമായവനെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി. ജീനയ്ക്ക് സുഖമല്ലേ? കുറേ നാളായല്ലോടോ കണ്ടിട്ട്. ഇതാരാ, തൻ്റെ അച്ഛനാണോ? അടുത്തു നിൽക്കുന്ന അമർനാഥിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർഷൻ ചോദിച്ചതും ജീനയുടെ മുഖം ഒരു കടലാസ് പോലെ വിളറി വെക്കുകയാണ് ചെയ്തത്. കൂട്ടത്തിൽ അയാളുടേതും. ഹേ മാൻ, ഹൂ ആർ യു? ഹർഷൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം അമർനാഥ് പൊടുന്നനെ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയത്. അയ്യോ ജീനെ, നിന്റെ അച്ഛൻ എന്താ ഒരുമാതിരി മനുഷ്യരെ കാണാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നിന്റെ ആരായിരുന്നെന്ന് നീ നിന്റെ അച്ഛന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? വളരെ ഗൗരവത്തിലായിരുന്നെങ്കിലും അതിനുള്ളിലെ കളിയാക്കലിൻ്റെ ധ്വനി അവൾക്ക് മനസ്സിലായിരുന്നു. ആരാ ജീനെ ഇയാള്? കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. കന്നഡ ചുവയുള്ള മലയാളത്തിൽ അമർനാഥ് അപ്പോഴേക്കും ഹർഷനെ നോക്കി നെറ്റ് ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ അമർ, ഹീസ് മൈ ഫ്രണ്ട്. കുറേ നാളായി ഞാനിവനെ വിളിച്ചിട്ട്. അനാ. ജീന എന്തൊക്കെയോ പറയുവാനായി ശ്രമിച്ചുവെങ്കിലും ഹർഷന അരികിൽ നിൽക്കുന്ന റൂഹിയുടെ കളയാക്കിയുള്ള ചിരിയിൽ അവളൊന്ന് പരവേശപ്പെട്ടു പോയി. അച്ഛനെ കയറി ഇങ്ങനെ പേരൊക്കെ വിളിക്കുന്ന മോശമല്ലേ ജീനെ? നമ്മൾ എത്രയൊക്കെ ട്രെൻഡിയാണെന്ന് പറഞ്ഞാലും അപ്പനെ പോലും പേര് വിളിക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല. റൂഹിയെ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ ചുണ്ടിൽ അപ്പോഴും നിറപുഞ്ചിരിയായിരുന്നു. ഏയ്, താൻ ഇതെന്തൊക്കെയായി പറയുന്നേ? ഐ ആം നോട്ട് ഹെർ ഡാഡ്, ഐ ആം ഹെർ ബോയ് ഫ്രണ്ട്. അമർ ദേഷ്യത്തോടെ ഹർഷന് നേരെ ഒച്ച ഉയർത്തിയതും അരികിലായി നിന്നിരുന്ന ജീനിയുടെ മുഖം പൊടുന്നനെ കുനിയുന്നത് റൂഹിയും ഹർഷനും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. ഓ സോറി മാൻ, ഞാൻ വിചാരിച്ചു. പൊട്ടി വരുന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ഹർഷൻ അയാൾക്ക് നേരെ കൈനീട്ടി ഒരു ഹസ്തദാനത്തിനായി. ഇറ്റ്സ് ഓക്കെ, ഐ ആം അമർനാഥ്, CEO ഓഫ് വീൽ ആൻഡ് കൺസ്ട്രക്ഷൻ. താല്പര്യത്തോടെ ആയിരുന്നില്ലെങ്കിലും അയാളും തിരിച്ചൊരു ഹർഷനൊരു ഷേക്ക് ഹാൻഡ് നൽകി. എന്താണെങ്കിലും നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ. ജീനയെ ഇവിടെ ഇങ്ങനെ ആക്സിഡൻ്റലി കണ്ടപ്പോൾ വന്ന് സംസാരിക്കാൻ തോന്നിയില്ല, അതാ. ആ, പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ കല്യാണം കഴിഞ്ഞു, അതും ലീഗലായിട്ട് തന്നെ. മീറ്റ് മൈ വൈഫ് റൂഹി. ആദ്യം അമറിനോടായിട്ടും പിന്നീട് ജീനയോടായിട്ടും ഹർഷൻ ഒരു ഗൂഢമായ സന്തോഷത്തോടെ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. അമർ അവനെ ആശംസകൾ അറിയിക്കുമ്പോഴും ജീനയുടെ നോട്ടം ഹർഷനോട് ചേർന്ന് നിൽക്കുന്ന റൂഹിയുടെ നേർക്കായിരുന്നു. അവളുടെ താലിയിലേക്കും സിന്ദൂരത്തിലേക്കും
അവളുടെ കണ്ണുകൾ ഒട്ടൊരു പുച്ഛത്തോടെ പാറി നടന്നു. നീലുവാൻറ്റി, ഇവന്മാരെന്നാ ഒന്ന് ബെല്ലുതാവുന്നേ? ഹാളിലെ തറയിൽ വിരിച്ചിട്ടിരിക്കുന്ന പായയിൽ കിടന്ന് കയ്യും കാലും അടിക്കുന്ന ശങ്കരനെയും നീലിയനെയും നോക്കിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ചുണ്ടുകൾ ചുളക്കി. അവര് വലുതായിക്കൊണ്ടിരിക്കുമല്ലേ എൻ്റെ കുഞ്ഞെ. പായയുടെ ഒരരികിലായിരുന്ന നീലിമ കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് തൻ്റെ മടിയിലേക്കായി കയറ്റി വെച്ചു. എന്നാൽ ഇവന്മാരെപ്പോഴാവും എഴുന്നേറ്റൊന്നിരിക്കുന്നേ? അവൾക്കപ്പോൾ പരിഭവമായിരുന്നു. കൂടെ കളിക്കാൻ ആരുമില്ലാത്തതിൻ്റെ സങ്കടം. നിന്റെ കുഞ്ഞന്മാർക്കിപ്പോഴേ 3 മാസമേ ആയിട്ടുള്ളൂ എൻ്റെ തത്തമ്മേ. ഇവരൊന്ന് എഴുന്നേറ്റിരിക്കാൻ ഇനിയും കിടക്കുന്നു 3-4 മാസങ്ങൾ. നീലിമ അവളുടെ ഉണ്ടക്കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. സാരമില്ല അല്ലേ, കുഞ്ഞന്മാർ വളരട്ടെ അല്ലേ? കയ്യും കാലും അടിച്ചു കിടക്കുന്നവന്മാർ തത്തമ്മയെ നോക്കി മോണ കാട്ടി ചിരിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ മെല്ലെ നീലിമയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങിയിരുന്നു. വളരട്ടെ, എൻ്റെ തത്തമ്മയുടെ അത്രയും വളരട്ടെ. കുഞ്ഞിപ്പെണ്ണ് അവരുടെ കയ്യിൽ പിടിച്ച് ഉമ്മ വയ്ക്കുകയും അവരുടെ കൂടെ കിടന്നുകൊണ്ട് ചെക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നീലിമയ്ക്കും വല്ലാത്ത സന്തോഷമായിരുന്നു. നീലു, ഇന്നല്ലേ മക്കൾക്ക് വാക്സിനുള്ളത്, നീ പോണില്ലേ പെണ്ണേ? വീർത്തുന്തിയ വയറും താങ്ങിപ്പിടിച്ച് അവശതയോടെ ദേവിക അപ്പോഴേക്കും ഹാളിലെ സെറ്റിയിലേക്ക് വന്നിരുന്നു. പെണ്ണിനിപ്പോൾ 9-ാം മാസമാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പ്രസവത്തിനുള്ള ഡേറ്റ് ആവും. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും ദേവികയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൾസ് പെയിൻ വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഇടുപ്പിലും നടപ്പിലും എല്ലാം ആ ക്ഷീണം ഈയിടെയായിട്ട് തെളിഞ്ഞു കാണുന്നുമുണ്ട്. അഭിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവി, ഉച്ചയാകുമ്പോഴേക്കും എത്തുമായിരിക്കും. നീലിമ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു തുമ്മലും വന്നാ മതി ഈ ചെക്കന്മാർ നമ്മളെ ആരെയും ഈ വീട്ടിൽ കിടത്തി ഉറക്കാതിരിക്കാൻ. ഇനി കുത്തിവെപ്പും കൂടി കഴിഞ്ഞാൽ ഒട്ടും പറയണ്ട, ഒന്നുകൂടി ഇനി ചിത്താന്തം കൂടും. ദീപികയുടെ ചിരിയോടെയുള്ള പറച്ചിലിൽ നീലിമയും കൂടി. എൻ്റെ അനിയന്മാർ പാവാം, അവന്മാർക്ക് വയ്യാതാവുമ്പോഴല്ലേ അവന്മാർ കരയുന്നേ. എൻ്റെ ശങ്കരനും നീലിനും നിങ്ങളെപ്പോലെ വർത്താനം പറയാൻ പറ്റൂലല്ലോ. അമ്മമാരുടെ സംസാരം കേട്ടപ്പോൾ ചേച്ചി പെണ്ണിന് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ദേവികയും നീലിമയും നോക്കി തത്തമ്മ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് മറുപടി കൊടുത്തത്. അനിയൻ ബാബമാരെ ആരെന്തു പറഞ്ഞാലും ആശാട്ടിക്ക് അതിഷ്ടപ്പെടില്ലെന്ന് ആ വീട്ടിലെ ഫ്രൂട്ടിക്ക് പോലും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. പെണ്ണിന് അവിടെ അനിയന്മാരെ പറഞ്ഞത് പിടിച്ചിട്ടില്ല. നീലിമ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. എനിക്ക് പിടിച്ചിട്ടില്ല. കുഞ്ഞിപ്പാറു പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും കൂടി അവന്മാരെ കൈനീട്ടി ചുറ്റിക്കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരത്തെ കാലിട്ടടിയും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശങ്കരനും നീലിനും മെല്ലെ കരയുവാനായി തുടങ്ങി. നീലുവാൻറ്റി, കുഞ്ഞന്മാർക്ക് പാല് കൊടുക്ക്, പാവം വിശക്കുന്നോന്ന് തോന്നുന്നു. അവരിലെ ചെറിയ മാറ്റങ്ങൾ പോലും തത്തമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നീലിമ അവളെ നോക്കി ചിരിച്ചിട്ട് നീലനെയാണ് ആദ്യം പാല് കൊടുക്കുവാനായി കയ്യിലേക്ക് എടുത്തത്. അവനൊന്ന് അടങ്ങിയതിന് ശേഷമാണ് ശങ്കരന് കൊടുത്തത്. നീലു, നീ ഒരുങ്ങിയിരിക്കുമല്ലേ? അപ്പോഴേക്കും ഓഫീസിൽ നിന്നും വന്ന അഭി അങ്ങോട്ടേക്ക് കയറി ചെന്നിരുന്നു. അഭിയേട്ട വന്നോ? ഞാൻ ഒരുങ്ങി കാത്തിരിക്കുമായിരുന്നു. നീലിമ അപ്പോഴേക്കും മെല്ലെ തറയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അഭി നീലനെ കയ്യിലേക്ക് പൊതിഞ്ഞെടുത്തപ്പോൾ നീലിമ ശങ്കരനെയാണ് എടുത്തത്. നിങ്ങൾ പോകാൻ ഇറങ്ങിയോ മക്കളെ? അഭിയുടെ ഒച്ച കേട്ടപ്പോഴേക്കും രാധമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. പോയിട്ട് വരാം അമ്മേ. ഇവരെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വിട്ടിട്ട് വേണം എനിക്ക് വീണ്ടും ഓഫീസിലേക്ക് പോകാൻ. പുതിയൊരു പ്രോജക്റ്റ് എടുത്തിട്ടുന്നതിൻ്റെ തിരക്കിലാണിപ്പോൾ. ആദ്യം അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് പാഞ്ഞു വന്നത്. അതും പറഞ്ഞുകൊണ്ട് അവി കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി പുന്നാരിച്ചു. എങ്കിൽ വേഗം പോയിട്ട് വായോ. അപ്പോയിൻമെൻ്റ് എടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നോക്കി നിൽക്കേണ്ട കാര്യം വരത്തില്ല. രാധ അങ്ങോട്ടേക്ക് ചെന്നു. ദേവികെ, നിനക്കിപ്പോൾ എങ്ങനുണ്ട്? കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞവൻ എന്തോ ഓർമ്മയിൽ തിരിഞ്ഞ് സെറ്റിയിലാക്കിയിരിക്കുന്നവളെ നോക്കി. ഇപ്പോൾ അങ്ങനെയൊന്നും വേദനയൊന്നും തോന്നുന്നില്ല അഭിയേട്ടാ. വയറിന് മുകളിൽ കൈവച്ചുകൊണ്ട് അവൾ ചിരിച്ചു. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നോക്കിയിരിക്കരുത്. ഡ്രൈവറെ കൂട്ടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോണം. എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുൻപായി ആദ്യ അഭിയും ഒരു 100 വട്ടം ദേവികയോട് ഇക്കാര്യം പറയുന്നതാണെങ്കിലും ഇത്തവണയും അഭി അത് തന്നെ അവളെ അവൻ ഓർമ്മിപ്പിച്ചു. ഏട്ടൻ പോയി വായോ, ഇനിയും സമയമുണ്ട്. വയറിന് മുകളിലൊന്ന് തലോടിക്കൊണ്ട് ദേവിക അവനെ നോക്കി വീണ്ടും ചിരിച്ചു. അത് കണ്ടുകൊണ്ടാണ് അഭി
കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് നടന്നതും. കൂട്ടത്തിൽ കുഞ്ഞിപ്പെണ്ണെ വിളിക്കാനും അവൻ മറന്നില്ല. ബൈ മുത്തശ്ശി. ചെക്കന്മാരുടെ എന്ത് കാര്യത്തിനും പുറകെ പോകുന്നവൾ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. കുഞ്ഞന്മാരുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അഭിയുടെ പിന്നാലെ കുഞ്ഞിക്കാലടികൾ വയ്ക്കുന്നവളെ കണ്ട് അവർ മൂവരും ഒരുപോലെ ചിരിച്ചു പോയിരുന്നു. ഇവന്മാരെ കൊണ്ടുപോയില്ലേലും ഇവന്മാരുടെ കാര്യത്തിന് എൻ്റെ തത്തമ്മ തന്നെ മുന്നിലിറങ്ങണം. രാധ ചിരിയോടെ പിറുപിറുത്തതും നീലിമ അത് അംഗീകരിക്കുന്ന മട്ടിൽ സമ്മതത്തോടെ തലയാട്ടി. എന്നിട്ട് അവരിരുവരോടും യാത്ര പറഞ്ഞിട്ട് ഉമ്മറത്തേക്ക് മെല്ലെ നടന്നു. അവരുടെ കാർ ഗേറ്റും കടന്ന് വഴിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടാണ് രാധ മുൻവാതിൽ പൂട്ടി അകത്തേക്ക് വന്നത് തന്നെ. മോളെ, നീ ഇത്തിരി പോയൊന്ന് കിടക്ക്. ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലായിരുന്നോ? ഹാളിലെ സെറ്റിയിലായിരിക്കുന്ന ദേവിയെ കണ്ടതും രാധ കരുതലോടെ ശാസിച്ചു. ആ, കിടന്നോളാം അമ്മേ. പെണ്ണ് മെല്ലെ എഴുന്നേറ്റതും അടിവയിൽ ചെറിയൊരു കൊളുത്തിപ്പിടുത്തം ദേവിയേക്ക് അനുഭവപ്പെട്ടിരുന്നു. എങ്കിലും അവളത് സാരമില്ലെന്ന് കരുതി കണ്ണടച്ചുകൊണ്ട് മുന്നോട്ടേക്ക് 2 അടി വെച്ചില്ല. അതിനു മുൻപേ തന്നെ നടുവിനുള്ളിൽ കൂടി കൊള്ളിയാൻ പാഞ്ഞു പോകുന്നത് പോലൊരു വേദന അവൾക്കുണ്ടായി. അമ്മേ. വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ദേവിക ഒന്നേങ്ങിപ്പോയി. എന്താ എന്താ ദേവിയെ? അയ്യോ, വയ്യായോ? മുറിയിലേക്ക് കയറുവാനായി തുടങ്ങിയ രാധ അവളുടെ വിളി കേട്ട് ഓടിപ്പാഞ്ഞു ചെന്നിരുന്നു. വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴേക്ക് നിറഞ്ഞു തൂവിയിരുന്നു. അയ്യോ, അബി ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകാം. ശ്രദ്ധയോടെ ദേവികയെ തിരിച്ച് സെറ്റിയിലേക്ക് തന്നെ ഇരുത്തിയിട്ട് രാധ വെപ്രാളത്തോടെ ഫോൺ എടുക്കുവാനായി മുറിയിലേക്ക് ഓടി. ദേവിക ആ നേരമൊക്കെയും വേദന കൊണ്ട് പുളയുകയായിരുന്നു. ടെൻഷൻ അടിക്കണ്ട, പതിയെ മതി, വലിയ വേദനയൊന്നും എനിക്കില്ല. ഫോണും വിളിച്ചുകൊണ്ട് പരിഭ്രാന്തിയോടെ ഓടി വന്ന രാധയെ കണ്ടപ്പോൾ ആ വയ്യാഴികയിലും ദേവിക പറഞ്ഞുപോയി. ഇവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഞാൻ പോയി നമ്മുടെ സെക്യൂരിറ്റിയെ വിളിച്ചുകൊണ്ട് വരാം. ഹോസ്പിറ്റലിൽ പോകാം മോളെ. ദേവികയുടെ അരികിലായി വന്നു അവളുടെ നെറുകയിലൊന്ന് തലോടിയിട്ട് ദേവ വേഗം തന്നെ മുൻവാതിലിന് നേർക്ക് പാഞ്ഞിരുന്നു. നീ എന്താ ഇവിടെ? വാതിൽ തുറക്കുന്നതിൻ്റെ ശബ്ദവും രാധയുടെ പേടിയോടെയുള്ള സംസാരവും ഹാളിലിരുന്ന ദേവിക പൊടുന്നനെ കേട്ടു. സംശയത്തോടെ, അതിലുപരി ഭയത്തോടെ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് വേച്ച് നടന്നു നീങ്ങി. നിങ്ങൾ പറ, വന്നത് ആരായിരിക്കുമെന്ന്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. 2 ദിവസം സ്റ്റോറി ഇടാത്തതേ യൂട്യൂബിൽ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ടായിരുന്നു കേട്ടോ. ചെക്കിങ് കാണിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് സ്റ്റോറി കാണാതിരുന്നത്.